നെയ്യാർ റിസർവോയറിൻ്റെ നിർമ്മാണത്തെ തുടർന്ന് അഗസ്ത്യമലയുടെ താഴ്വരയിൽ കരിപ്പയാറിന് നടുവിൽ ഒറ്റപ്പെട്ടുപോയ ഒരു ഗ്രാമമാണ് തൊടുമല. 11 ആദിവാസി ഉന്നതികളിലായി 1000-ലധികം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നു. ഇവർക്ക് പുറം ലോകത്തെത്തണമെങ്കിൽ ഏക ആശ്രയം കടത്തുവള്ളമാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിനും ആരോഗ്യ സേവനങ്ങൾക്ക് പുറം ലോകത്തെത്താനും ഈ കടത്തുവള്ളത്തെ ആശ്രയിച്ചേ പറ്റൂ. മഴക്കാലമായാൽ കടത്തുവള്ളത്തിലൂടെയുള്ള യാത്ര ദുർഘടമായി മാറും. തലമുറകളായി ഒറ്റപ്പെട്ടു കിടക്കുന്ന ഈ സമൂഹത്തിൻ്റെ സ്വപ്നമായിരുന്നു കരിപ്പയാറിന് കുറുകെ ഇരുകരകളെയും ബന്ധിപ്പിച്ച് ഒരു പാലം. നിരവധി MLA-മാർ മാറി മാറി വന്നു. തൊടുമലയുടെ രോദനങ്ങൾ കരിപ്പയാറിൽ ലയിച്ചു ചേർന്നു. അവസാനം CK ഹരീന്ദ്രൻ എന്ന MLA വരേണ്ടി വന്നു അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ. നിരവധി തടസ്സങ്ങൾക്കൊടുവിൽ CK ഹരീന്ദ്രൻ MLA-യിലൂടെ കരിപ്പയാറിന് കുറുകെ ഒരു പാലം ഉയർന്നു വന്നു. ഇത് കുമ്പിച്ചൽ കടവ് പാലം. ഈ പാലം വന്നതിലൂടെ ഒറ്റപ്പെട്ടു കിടന്ന ഒരു ജനസമൂഹത്തിൻ്റെ ജീവിതമാണ് മാറിമറിഞ്ഞത്. ഇനി അവരുടെ ഗ്രാമത്തിലും KSRTC ബസ് എത്തും. ആരോഗ്യ സേവനങ്ങൾ ലഭിക്കാൻ കടത്ത് കടക്കേണ്ടതില്ല. കേരളത്തിൽ നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലമാണ് കുമ്പിച്ചൽ കടവ് പാലം. 253.4 മീറ്റർ നീളമുണ്ട്. 11 മീറ്റർ വീതിയുള്ള പാലത്തിൽ 8 മീറ്റർ റോഡും ഇരുവശത്തും നടപ്പാതയും ഉണ്ട്. കിക്ഫി ധനസഹായത്തോടെ 24.71 കോടി രൂപ ചിലവിലാണ് LDF സർക്കാർ ഈ പാലം നിർമ്മിച്ചത്. ടൂറിസം മേഖലയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് അമ്പൂരി എന്ന മലയോര ഗ്രാമം. കാഴ്ചകൾ അനവധിയാണ്. അത്തരത്തിൽ പരിചയപ്പെടേണ്ടതാണ് കുമ്പിച്ചൽ കടവ്. വിദൂരമായ മലനിരകളും കാടിൻ്റെ ഭംഗിയും പാലത്തിൽ നിന്ന് ആസ്വദിക്കാം. സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തുന്ന LDF സർക്കാരിന് ബിഗ് സല്യൂട്ട്. സാധാരണക്കാരനെയും വികസിത രാജ്യങ്ങളിലെ ജീവിത നിലവാരത്തിലേക്ക് ഉയർത്താൻ ജനപക്ഷ സർക്കാരുകൾ നാടിനാവശ്യമാണ്. നമുക്കും മുന്നേറാം നവ കേരളത്തിലേക്ക്.